कृपया ध्यान दीजिए होटल जाने वाली Hi guys, so in we are going for a short trip which we have been imagining since a long time. നമ്മളുടെ കുഞ്ഞാഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു രണ്ടുപേരൂടെ സാരിയൊക്കെ ഉടുത്ത് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി ഇങ്ങനെ കറങ്ങി നടക്കണം എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നമ്മളുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് വളരെ സിമിലറാണ്. നമ്മൾ തമ്മിൽ തീരെ പൊരുത്തമില്ലാത്തത് സമയനിഷ്ഠയുടെ കാര്യത്തിലാണ്. പക്ഷേ ഞാനും ട്രെയിനും ഒരേ വേവ് ലെങ്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 4 മണിയുടെ ട്രെയിൻ 5:20 വന്നത്. ഒബ്വിയസ്ലി 4:10 വന്നാൽ നമുക്ക് ട്രെയിൻ മിസ്സായില്ല. കമ്പനി സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് ഭയങ്കര ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ എങ്ങോട്ടെന്ന് തീരുമാനിച്ചത് തലേന്ന് ഉച്ചയ്ക്ക് മാത്രമാണ്. വേറെ ഒരുപാട് സ്ഥലം ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലിസ്റ്റിലേക്ക് വന്നതും അത് ഫൈനലൈസ് ചെയ്തതും വളരെ പെട്ടെന്നായിരുന്നു. ഇതാവുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് മാച്ച് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ്, ട്രെയിൻ, സാരി, അമ്പലം, ഹെറിറ്റേജ് പ്ലേസ് എല്ലാം അതിൽ ഉൾപ്പെടുകയും ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് ആ പ്ലേസ് ഇറ്റ്സെൽഫ് ഇസ് മോർ ദാൻ എനഫ് ടു കീപ് us excited. കേരളത്തിന്റെ ഭരണ തലസ്ഥാനം എന്നതിലുപരി കേരളത്തിൻ്റെതായ എല്ലാ എസൻസും, കുന്നുകളാവട്ടെ, ബീച്ചുകള്, പൈതൃക സ്വഭാവം എല്ലാം കൂടിച്ചേരുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. എന്നായാലും ഇത്തവണ നമ്മളുടെ ഫോക്കസ് ഓഫ് കോഴ്സ് കേരളത്തിന്റെ തനതു പൈതൃകം വിളിച്ചോതുന്ന അനന്തപുരി എന്നും രാജനഗരി എന്നും ഒക്കെ അറിയപ്പെടുന്ന തിരുവനന്തപുരം നഗരത്തിലാണ്. ഉദ്ദേശിച്ചാലും അധികം വൈകാതെ തന്നെ നമ്മൾ സ്ഥലത്തെത്തി. ആൻഡ് ഇവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ക്ഷേത്രത്തിലേക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ട്രിവാൻഡ്രം ഇസ് സോ ഡിഫറെൻറ്റ് ഫ്രം കൊച്ചി. അതിപ്പം തിരക്കിൻ്റെ രീതിയിലാണെങ്കിലും ഡ്രൈവിംഗ് കൾച്ചറാണെങ്കിലും എല്ലാം. എനിവേസ് വി ആർ സോ എക്സൈറ്റഡ്. അങ്ങനെ നമ്മൾ ക്ഷേത്ര പരിസരത്തെത്തി. രാവിലെ ട്രെയിനിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഒരു ചായയിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് കരുതി. ക്ഷേത്രത്തിനുള്ളിൽ ഡിജിറ്റൽ ഡിവൈസ് ഒന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ട് തൊഴുതിറങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇത്രയും പ്രാർത്ഥിക്കാത്തതെന്ന് തോന്നുന്നു. കാരണം ചെന്നപ്പോൾ തൊട്ട് അതിൻ്റെ ഉള്ളിലെ ഓരോ കാഴ്ചകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ ആർക്കിടെക്ചറും അതിലെ പെയിൻറ്റിങ്സും ഒക്കെ. നമ്മൾ തൊഴാൻ നിൽക്കുന്നിടത്തൊക്കെ 2 സൈഡിലും നിറയെ തൂണുകളാണ്. 365 പില്ലേഴ്സ് എന്തോ ആണെന്നാണ് ഗൂഗിൾ പറയുന്നത്. മിക്കതിലും ഒരേപോലെ തോന്നിക്കുന്ന കൊത്തുപണികൾ. സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും ഇത്രയും തൂണുകളിൽ അതും അത്ര കൊത്തുപണികളൊക്കെ എത്ര ആളുകൾ, അതും അന്നത്തെ കാലത്ത് എത്ര എഫേർട്ട് വേണ്ടി വന്നതാണ്. മറ്റെന്തെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ, ഓരോ കൺസ്ട്രക്ഷൻസ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുക? അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയോ? ഇങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ തലയിലൂടെ അന്നേരം പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ചെയിനും ഒരു പായസവും മേടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ പരിപാടികൾ റാപ്പ് ചെയ്ത് ഇറങ്ങുകയാണ്. രാവിലെ അധികം ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ കൈൻഡ് ഓഫ് റെഡും വൈറ്റും ഇവിടുത്തെ സ്ട്രീറ്റ്സിൽ ഭയങ്കര കോമൺ ആണെന്ന് തോന്നുന്നു. എനിവേസ് ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിലൊന്ന് ആര്യാസ് ആണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. വീട്ടിൽ നിന്ന് പോരുമ്പം ഇവിടുത്തെ ബോളിയും പായസവും ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു മൂഡ് അപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് ഒരു താലി മീൽസ് കഴിച്ചിട്ട് നമ്മൾ വിശപ്പടക്കി. ഇനി എങ്ങോട്ട് അറിയില്ല. എന്തായാലും അടുത്ത് കനകക്കുന്ന് പാലസ് എന്നൊരു സ്പോട്ട് കണ്ടു. പക്ഷെ ആരൊക്കെയോ അവിടെ ഒന്നും കാണാനില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ട്. എനിവേസ് ട്രിവാൻഡ്രം സിറ്റിയൊക്കെ ഒന്ന് ചുറ്റി കാണാലോ എന്ന് കരുതി നമ്മൾ നേരെ ഒരു ഓട്ടോ വെച്ച് അങ്ങോട്ട് പോയി. ആൻഡ് ഇതിലാണ് നമ്മൾ ട്രിവാൻഡ്രത്തിന്റെ ഒരു മേജർ പോർഷൻ കണ്ടത്. റോഡ്സ്, ട്രാഫിക്, സ്റ്റാച്യൂസ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, മ്യൂസിയംസ്, അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെതായ നല്ലൊരു ഭാഗം ഈ യാത്രയിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഉറക്കം ശരിയാവാത്തതിൻ്റെയും ഹെവി ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ ഒരു ക്ഷീണമുണ്ട്. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ കനകക്കുന്ന് പാലസിലെത്തി. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു മെയിൻ പോർഷൻ. എന്നായാലും ഇതിൻ്റെ ചുറ്റും പരിസരമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിറയെ മരങ്ങളും പുല്ലും തണലും കുറച്ച് അണ്ണാൻകുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറേ ആളുകൾ വന്നിരുന്ന് പഠിക്കുന്നതോ വർക്ക് ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ ഇതോടെ ഇത്തവണത്തെ നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പ് എൻഡ് ചെയ്തിട്ട് നമ്മൾ തിരികെ പോവാണ്. ട്രെയിൻ പിടിക്കാൻ ഇനി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ബസ്സിന് പോവാന്ന് വിചാരിച്ചു. അത് നമ്മളെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനങ്ങളിലൊന്നായിരുന്നു. റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ 8-8.5 മണിക്കൂർ എടുത്തു എറണാകുളം എത്താനായിട്ട്. പിന്നെ വഴിയിലെ കാഴ്ചകൾ കണ്ടു. സൂപ്പർ മൂൺ ആയതുകൊണ്ട് തന്നെ മൂണിന്റെ സൗന്ദര്യം ആസ്വദിച്ചു. കുറെ നേരം ഉറങ്ങി സിനിമ കണ്ടും ഒക്കെ ടൈം സ്പെൻഡ്. രാത്രി ഒരു 10:30 ആയപ്പോഴേക്കും എറണാകുളം എത്തി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു വർക്ക് വിത്ത് ദിവ്യ. താങ്ക് യു. ബൈ.